ഹലോ ബഡീസ്, വെൽക്കം ടു പീസ് ഓഫ് ദ ഡ്രീം. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സോയിൽ ക്ലേ ഉണ്ടാക്കിയത്. അതിൻ്റേതായ മിസ്റ്റേക്കുകൾ കുറേ ഉണ്ടായിരുന്നു. അത് ഞാൻ ആ മിസ്റ്റേക്ക് വന്ന ഭാഗം എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് എടുത്ത മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ക്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിരലൊന്നുമില്ലാത്ത നല്ല പൊടി പോലെ ഇരിക്കുന്ന മണ്ണ് നോക്കി കിളച്ചെടുക്കുന്നതാവും നല്ലത്. എനിക്ക് മുകൾ ഭാഗത്തു നിന്ന് തന്നെ നല്ല മണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ മുകൾ ഭാഗത്ത് ചിരൽ കൂടുതലുണ്ടെങ്കിൽ കളച്ച് ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. മണ്ണെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് ഒരു 5 മിനിറ്റ് കുതിർത്തി വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ ആ മണ്ണിനകത്തുള്ള ചിരലുകളും പിന്നെ വേസ്റ്റായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ അതിനൂടെ അരിപ്പ യൂസ് ചെയ്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാത്ത ഐറ്റം എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ബക്കറ്റും സാധനങ്ങളൊക്കെ പുറമേ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഒരു കമ്പൊക്കെ എടുത്തിട്ടാണ് ഞാൻ നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുത്തത്. പിന്നീട് കമ്പൊക്കെ പോയിട്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്ത് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് കുറച്ച് പണിപ്പെടാനുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഈ അരിച്ചെടുക്കുമ്പോൾ ഞാൻ 2 തവണയായിട്ട് ഈ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തു. പിന്നെയാണ് നമ്മൾ തോർത്ത് വെച്ച് അരിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത്. ആദ്യത്തെ തവണ അരിച്ചെടുത്തപ്പോൾ കുറേ ചരൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ തവണ അരിച്ചപ്പോൾ അധികമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മണ്ണ് കുതിർത്തി എടുത്ത ചെടിവെള്ളം വേറൊരു ബക്കറ്റിലും കുറച്ച് നല്ല വെള്ളം ഞാൻ വേറെ മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നല്ല വെള്ളം എടുത്തിട്ട് മണ്ണ് കൂടുതലുണ്ടെങ്കിൽ അതിലേക്ക് കലക്കി അരിപ്പയിൽ ഒഴിച്ച് ഒന്ന് നന്നായി അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറെ നല്ല വെള്ളം എടുത്തിട്ട് നമ്മൾ ഒഴിച്ചിട്ട് വീണ്ടും അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കൂടുതലുണ്ടായിരുന്നു. ഞാൻ മറ്റേ ബക്കറ്റ് ചെറിയൊരു ബക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണ അരിച്ചെടുത്തപ്പോൾ 2 ചെറിയ ബക്കറ്റുകളിലായിട്ടാണ് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ ബക്കറ്റിൽ അവസാനം എല്ലാം കൂടി ഒഴിച്ച് വെച്ചതും പിന്നെ ഇടയ്ക്ക് ഇതിങ്ങനെ അരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെറിയ ബക്കറ്റിൽ തികയുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ബക്കറ്റിലായിട്ട് ഞാൻ അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് തോർത്തുമുണ്ട് വെച്ചിട്ടാണ് അരിച്ചെടുക്കാനുള്ളത്. ഇപ്പം ഞാൻ തോർത്തുമുണ്ട് ഒറ്റയായിട്ടാണ് വിരിച്ചിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോർത്തുമുണ്ട് ഞാൻ വെറുതെ വെച്ചിട്ടാണ് അരിച്ചു തുടങ്ങിയത്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഒഴിച്ചപ്പോൾ മനസ്സിലായി തോർത്തുമുണ്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് പോയി. അപ്പം മനസ്സിലായി അതിങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്താൻ എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാനൊരു തുണിയുടെ കഷ്ണം എടുത്തിട്ട് ബക്കറ്റിൻ്റെ മുകളിൽ കൂടെ വലിച്ച് കെട്ടിക്കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ചെളിവെള്ളം എടുത്തൊഴിച്ച് അരിച്ചു തുടങ്ങി. ഇവിടെ ഞാൻ സ്റ്റിക്കൊന്നും ഉപയോഗിച്ചില്ല, കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം, എന്നാലാണ് പെട്ടെന്ന് തീരുള്ളൂ. ഇല്ലെങ്കിൽ അരിച്ചെടുക്കുന്ന ഈ പ്രോസസ്സ് കൂടുതൽ നേരം സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്ത സമയത്ത് ഈ മണൽ പോലത്തെ തരികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തോർത്തുമുണ്ട് ഉപയോഗിച്ച് അരിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ തരി പോലത്തെ മണ്ണ് നമുക്ക് കിട്ടി തുടങ്ങിയത്. നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് ഈ തരികൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സോഫ്റ്റായ ക്ലേ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ അരിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ക്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചെളിവെള്ളം ഒഴിച്ച് അരിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ടും ഇടയ്ക്ക് അതിലൊഴിച്ച് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെളിവെള്ളം ഒഴിച്ചപ്പോൾ കുറേ മണ്ണും നമ്മുടെ ക്ലേയും ആ തോർത്തുമുണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ചപ്പോഴാണ് അത് കൂടുതലും താഴെ നമ്മുടെ ക്ലേ കൂടുതലും താഴെ പോയിട്ട് മണൽ പോലത്തെ ഭാഗം നമുക്ക് കിട്ടിയത്. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഇതിലും കുറച്ച് ക്ലേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ രണ്ടാമതും ഞാൻ തോർത്തുമുണ്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ചെളിവെള്ളം അരിച്ചെടുത്തു. എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ക്ലേ കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാൻ രണ്ടാമത് അരിച്ചെടുത്ത വീഡിയോ ആണിത്.
മുമ്പ് നമ്മൾ അരിപ്പ് യൂസ് ചെയ്ത് അരിച്ചപ്പോഴും ഞാൻ 2 തവണ അരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനിങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് അരിച്ചത്. നമ്മൾ 2ാം പ്രാവശ്യം ചെളിവെള്ളം അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചെളിവെള്ളം ഇരിക്കുന്ന ബക്കറ്റിൻ്റെ അടിയിൽ ക്ലേ ഉണ്ടാവും. അതും നല്ല വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ക്ലേ കിട്ടും. അങ്ങനെ 2 പ്രാവശ്യം അരിച്ചെടുത്ത വെള്ളം ഞാൻ ഒരു ദിവസം മൊത്തം അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല വീഡിയോസിലും 2 മണിക്കൂർ 4 മണിക്കൂർ ഇത് ഇങ്ങനെ അരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ക്ലിയർ ആവുമെന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു ദിവസം മൊത്തം വെച്ചിട്ട് നമ്മുടെ വെള്ളം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചെളിവെള്ളം പോലെ തന്നെ ഇരിക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ ക്ലേ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ. പകുതിയോളം വെള്ളം ചെരിച്ച് കളഞ്ഞതിന് ശേഷം ഒരു കപ്പ് ഉപയോഗിച്ചിട്ട് മുക്കി കോരി മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അങ്ങനെ കപ്പ് കൊണ്ട് മാറ്റിയതിന് ശേഷം ക്ലേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വളരെ സൂക്ഷിച്ചിട്ടാണ് വെള്ളം കോരിയെടുത്ത് മാറ്റിയത്. കുറച്ചും കൂടി ഞാൻ കപ്പിൽ വെള്ളം കോരി മാറ്റിയപ്പോൾ ആ കപ്പിൽ ക്ലേ ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. വന്നിട്ടൊരു കോട്ടൺ തുണി എടുത്തിട്ട് പതുക്കെ ആ ക്ലേയുടെ മുകളിലുണ്ടായിരുന്ന വെള്ളത്തിൽ ഒന്ന് ആ തുണി നനച്ചെടുത്ത് ആ വെള്ളം പിഴിഞ്ഞ് മാറ്റുകയാണ് പിന്നെ ചെയ്തത്. 2-3 വീഡിയോസിൽ ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച് ഇങ്ങനെ വെള്ളം കളയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഒരു പഴയ വെള്ളത്തുണി ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഞാൻ ഇങ്ങനെ ആ തുണി അതിൽ വെച്ച് കുതിർത്തി ആ വെള്ളം പിഴിഞ്ഞ് മാറ്റുകയാണ് ചെയ്തത്. അതും സക്സസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ 3/4 ഭാഗം പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ക്ലേ ഉണ്ടാക്കാനായിട്ട് ഇത്ര വരെയാണ് കുറച്ച് പാടുള്ള പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പരമാവധി വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷം അടിയിൽ വന്ന ക്ലേ തോർത്തുമുണ്ട് 2ആക്കി മടക്കി ഒരു ബക്കറ്റിൻ്റെ മുകളിൽ വിരിച്ചിട്ട് നന്നായി അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം, തോർത്തുമുണ്ട് നന്നായി ഇറുക്കി കെട്ടിയിട്ടുണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ക്ലേ താഴെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ അമളി പറ്റിയായിരുന്നു. ഞാൻ തോർത്തുമുണ്ട് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കെട്ടഴിച്ചപ്പോൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെള്ളത്തിലായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തോർത്തുമുണ്ടടക്കം നമ്മുടെ ക്ലേ ആ ബക്കറ്റിന് താഴേക്ക് പോയി. താഴെയാണെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അരിച്ചെടുത്തതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലേയും വെള്ളവും വീണ്ടും മിക്സായിപ്പോയി. വീണ്ടും ഒരു ദിവസം ഞാൻ ആ ചെളിവെള്ളം മാറ്റി വെച്ച് വീണ്ടും ക്ലേ താഴോട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അന്നേരം പിന്നെ ശരിയായിട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഊരി മാറ്റി കിഴി കെട്ടി. ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പഴയ വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. ഈ ഒരു കിഴിയും ഞാൻ ഒരു ദിവസം മൊത്തം വെച്ചതിന് ശേഷം നമുക്ക് ഈ കിഴിയുടെ അകത്തുള്ള ചെളി നമുക്കൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുത്തിട്ട് വെയിലത്ത് വെക്കാണ്ട് ഒരു തണലുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ വെച്ചിട്ട് ക്ലേ ഉണക്കിയെടുത്തത്. ആദ്യം ഒരു ദിവസം മൊത്തം വെച്ചു. അതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ക്ലേ അത്ര ഇങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഞാൻ കുഴച്ച് നോക്കിയപ്പോൾ കൈമ നന്നായിട്ട് പറ്റി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനത് എടുത്തിട്ട് വീണ്ടും പരത്തി ഒന്നും കൂടി ഉണക്കിയെടുത്തു. പിന്നെ ഒരു ദിവസമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു 2 മണിക്കൂറൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലേ ശരിക്കും അങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ക്ലേ യൂസ് ചെയ്തിട്ട് ഡെമോയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ക്ലേ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി അമ്മി ആട്ടുങ്കല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് എക്സിബിഷന് വേണ്ടി കൊണ്ടുപോകാറുള്ളത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് സെറ്റാവുമെന്ന് അറിയില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയിൽ ചെറുതായിട്ടൊരു സാധനം ഉണ്ടാക്കി നോക്കി. അതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതുണ്ടാക്കിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഐറ്റം ഉണങ്ങാനായിട്ട് എനിക്ക് 2 ദിവസം എടുത്തു. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ഉണങ്ങിയപ്പോൾ തന്നെ എടുത്ത് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഈ ക്ലേ യൂസ് ചെയ്തിട്ട് പല സാധനങ്ങളും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതെന്തായാലും ഈ ക്ലേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം.
പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലേ സെറ്റായതിന് ശേഷം നമുക്കിതൊരു കവറിൽ വെച്ചിട്ട് എടുത്ത് വെക്കാം കേട്ടോ. എയർ ടൈറ്റുള്ള ബോക്സിലൊന്നല്ല ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചത്, 2 കവറിലായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോഴും ക്ലേക്കൊന്നും പറ്റിയിട്ടില്ല, ക്ലേ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ക്ലേ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം റീൽസിലും വീഡിയോസിലൊക്കെ ഞാനൊരു ക്യാറ്റും സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെമോ ഒന്നും നോക്കാണ്ട് എൻ്റെ മനസ്സിൽ വന്ന പോലെ ഞാനൊരു ക്യാറ്റിനെ ഉണ്ടാക്കി നോക്കി. അതാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സെറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടൊന്ന് നന്നായി കയ്യിലാക്കി നോക്കി. അപ്പോൾ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കണമെന്നില്ല. നമ്മളെ ക്ലേ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ വിള്ളൽ വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ വിള്ളലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വേറെ സ്ക്രാച്ചോ വിള്ളലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ സമയത്തുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പീസ് ഓഫ് ദ ഡ്രീം ബൈ സുഹ്റാബി.